ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് വരുന്ന മറ്റൊരു വ്യക്തിയുടെ DP എങ്ങനെ നമുക്ക് അടിച്ചു മാറ്റാമെന്നാണ്. നമുക്കറിയാം, മറ്റൊരാളുടെ DP നമുക്ക് മുന്നേ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പ്രൊഫൈലിൽ മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ചെറിയൊരു മെത്തേഡിലൂടെ ആ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. ഒരു AI ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോപ്പി ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഗൂഗിളിൽ തന്നെ ഒരു സജ്ജീകരണം വരുന്നുണ്ട്. നമുക്കറിയാം, ഹോം ബട്ടണിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇത് നമുക്ക് ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സെലക്ട് ആവുന്ന ഒരു ഓപ്ഷനാണ്. ഗൂഗിളിൻ്റെ തന്നെ ഒരു അടിപൊളി ഓപ്ഷനാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്, അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിളിൻ്റെ ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു DP കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. ബാക്കിലേക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏത് DP ആണ് വേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു DP ആണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു DP ഓപ്പൺ ചെയ്ത് നോക്കുകയൊന്നും വേണ്ട. നിങ്ങളോട് ചെയ്യേണ്ടത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഹോം ബട്ടണിൽ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ സെലക്ട് ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു DP നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ മാത്രം നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു DP സെലക്ട് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് എന്നും ഷെയർ എന്നും കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു ക്രിയേറ്റ് എന്നതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള ഫോട്ടോയാണ് വേണ്ടത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അറിയാത്തവരാണ് എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ 4K ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് തരണം എന്ന് നമ്മൾ ഗൂഗിളിൻ്റെ ഈ ഒരു AIയോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് മാത്രം ഇതിനകത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ DP ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. താഴെ ആയിക്കൊണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം, എന്താണ് റിസൾട്ട് എന്നറിയാം. കണ്ടില്ലേ, ആ ഒരു DP നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ മറ്റ് വാട്സപ്പിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡിങ് ഇമേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഗാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഫൈൽ ഫോട്ടോകൾ, വാട്സപ്പിനകത്ത് വരുന്ന പ്രൊഫൈൽ ഫോട്ടോകൾ ഇവിടെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഈ ഒരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.